കുറെ വർക്കൗട്ട് ചെയ്ത് നോക്കി, കുറെ ഫുഡ് കൺട്രോൾ ചെയ്ത് നോക്കി, എന്നിട്ടും വണ്ണം കുറയുന്നില്ല എന്ന് പറയുന്നത്. നല്ല പോലെ ഭക്ഷണം കഴിച്ച് തന്നെ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കണം. അതായത് ഞാൻ പേഷ്യൻ്റെ വൈഫിൻ്റെ അടുത്ത് നമ്മൾ വെയിറ്റ് ഇങ്ങനെ കുറയ്ക്കണം അത് ഇതെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനടുത്ത് ചോദിക്കുക ഡോക്ടർ എന്താ വെയിറ്റ് കുറയ്ക്കാത്തത്. അപ്പോൾ അതിന് ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി. പക്ഷെ നമ്മൾ ഷോക്കായത് കാണിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഹെൽത്തി അല്ലാതിരുന്നിട്ട് എൻ്റെ പേഷ്യൻറ്റിനോട് എങ്ങനെ ഞാൻ പറയും നിങ്ങൾ വണ്ണം കുറയ്ക്കുന്നത്? അവർ ചോദിക്കത്തില്ലേ. മീശ, താടി, നല്ല വണ്ണം, കഴുത്തൊക്കെ ഫുൾ ഇങ്ങനെ ഈ കാർപ്പറ്റ് പോലെ ഇങ്ങനെ അക്കാന്തോസിസ് ഇങ്ങനെ സ്കിന്നിൻ്റെ ഒരു, എൻ്റെ കൂടെ പഠിക്കുന്ന +1 +2 പഠിക്കുന്ന ആമ്പിള്ളേരൊക്കെ ഞങ്ങൾക്ക് എത്ര ഇല്ലല്ലോടി മീശയും താടി എന്ന് പറയുമായിരുന്നു. അവരുടെ ലുക്കിൽ അവർ വളരെ അസ്വസ്ഥരായിരിക്കും. എന്നാൽ ആൾക്കാർ എന്നോട് സംസാരിക്കുമ്പോൾ കുറച്ചു നേരമായിട്ട് എൻ്റെ താടിയിലോട്ട് 78 കിലോ എത്തി, എൻ്റെ കൊഴിഞ്ഞു പോയ മുടിയെല്ലാം തിരിച്ചു വളർന്നു, എൻ്റെ മുഖത്തെ ഷെയ്ഡ്സ് എല്ലാം മാറി, ഇപ്പോൾ കഴുത്തിലൊക്കെ ദോസസ് ഒന്നും ഇല്ല. 30 വയസ്സിന് ശേഷം എല്ലാ മനുഷ്യന്മാരും ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ശരീരത്തിൽ നിന്ന് 1% ഓഫ് മസിൽ മാസ് ലോസ് ഉണ്ടാവും പെർ ഇയർ. കുറെ പേര് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ കുറെ വർക്കൗട്ട് ചെയ്ത് നോക്കി, കുറെ ഫുഡ് കൺട്രോൾ ചെയ്ത് നോക്കി, എന്നിട്ടും വണ്ണം കുറയുന്നില്ല എന്ന് പറയുന്നത്. അത് അവിടെ ഒരു പ്രശ്നമുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞു, ആഴ്ചയിൽ 3 തവണ മതി, അല്ലെങ്കിൽ 4 തവണ മതി, 45 മിനിറ്റ് മതി. അല്ലാതെ ആഴ്ചയിൽ 6 ദിവസവും 7 ദിവസവും ജിമ്മിൽ പോയിട്ട് അമിതമായിട്ട് ഇവർ ഒരുപാട് വർക്കൗട്ട് ചെയ്യുന്ന പറയുന്നത് മൊത്തം ഈ ട്രെഡ്മില്ലാണ്, ട്രെഡ്മില്ലും സൈക്കിളും. അത് അമിതമായിട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? വേസ്റ്റേജ് ഓഫ് മസിൽ ലോസ് ബോഡിയിൽ ഉണ്ടാവും. പിന്നെ ഭയങ്കരമായിട്ട് ഡയറ്റ് കൺട്രോൾ ചെയ്തു ഇവരെന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് ചെന്ന ഉടനെ ഉരുളക്കിഴങ്ങല്ല വെള്ളരിക്ക വെട്ടും, ക്യാരറ്റ് വെട്ടും, ചിക്കനും മീനും മുട്ടയും ഞാൻ കഴിക്കത്തേ ഇല്ല വെയിറ്റ് കുറയ്ക്കാനായിട്ട്. ഇതൊക്കെയാണ് ഇവർ പറയുന്നത്. ഇതൊക്കെ പേഷ്യൻസ് നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ്. ഇവർക്ക് അവ്യക്തമാണ്. എന്താ ഡയറ്റിൽ നോക്കിയാൽ മാഡം ഞാൻ ചിക്കനും മുട്ടയും ഒന്നും കഴിക്കത്തില്ല. അപ്പം ഞാനിങ്ങനെ നോക്കും, അപ്പം തീർന്നു, അതോടെ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അപ്പോൾ ഇത് നിങ്ങൾ കാണിക്കുന്ന മിസ്റ്റേക്കാണ്. ബാലൻസ്ഡ് നല്ല പോലെ ഭക്ഷണം കഴിച്ച് തന്നെ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കണം. അതായത് ഒരു 1500 ഒരു നോർമൽ ഒരു സെഡൻഡറി, അതായത് ശരീരം അധ്വാനിച്ച് ജോലി ചെയ്യാത്തൊരു സ്ത്രീയെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1500 to 1800 അല്ലെങ്കിൽ 2000 കാലറിക്ക് താഴെ നിങ്ങൾ ഫുഡ് കഴിച്ചേ പറ്റൂ. അതിൽ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ വെയിറ്റിനനുസരിച്ചുള്ള പ്രോട്ടീൻ കഴിക്കണം. അതായത് ഇപ്പോൾ ഒരു വർക്കൗട്ട് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ പറയുന്നത് 1 gram പ്രോട്ടീൻ പെർ kg ബോഡി വെയിറ്റ്. 70 കിലോ ഉള്ള ഒരു വ്യക്തിക്ക് 70 gram പ്രോട്ടീൻ ഒരു ദിവസം കയറണം എന്നാണ്. വർക്കൗട്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ 1.5 grams, ഏകദേശം ഒരു 90 gram വരെ പ്രോട്ടീൻ കയറണം. അത്രയും ഫുഡ് അയാൾ കഴിക്കണം. മസിൽ ബിൽഡിംഗ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ വെയിറ്റ് ലോസ് കഴിഞ്ഞു. എനിക്ക് 176 സെൻറ്റിമീറ്ററിൽ 72 കിലോ വെയിറ്റ് ആണ്. ഞാൻ 110 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് മസിൽ ലോസ് ആവരുത്, എന്നാൽ ഫാറ്റ് കട്ടാവണം. അതിനനുസരിച്ചുള്ള ഡയറ്റ് എടുത്തു. അപ്പം വെയിറ്റ് എല്ലാം കുറഞ്ഞു. ഇപ്പം എൻ്റെ ബോഡിയിലെ ഫാറ്റ് പെർസെൻറ്റേജ് 30ക്ക് താഴെയാണ്, 28, 29 അങ്ങനെയാണ് നിൽക്കുന്നത്. അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പം ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മസിൽ ബിൽഡിങ്ങിലാണ്. മസിൽ ബിൽഡിംഗ് എന്ന് വെച്ചാൽ അർണോൾഡ് ഷ്വാസ്നഗറിനെ പോലെ എഴുന്നേറ്റ് നിൽക്കാനല്ല ഉദ്ദേശിച്ചത്. സ്ത്രീകൾക്ക് അങ്ങനെ വരില്ല. സ്ത്രീകൾക്ക് സൗന്ദര്യം കൂടത്തേ ഉള്ളൂ മസിൽ ബിൽഡിംഗ് വരുമ്പോൾ. റിമി ടോമിയെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതാണ് റിമി ടോമിയുടെ സൗന്ദര്യമേ അതാണ്. അപ്പൊ അത് അവരുടെ മസിൽ ബിൽഡിംഗ് കൊണ്ട് ഉണ്ടായ മമ്മൂട്ടി അദ്ദേഹത്തിന്റെ ആ സൗന്ദര്യം ബ്രഹ്മയുഗം സിനിമയിൽ ആ ഒരു ഏജിൽ ഡ്രസ്സ് മാറ്റി മസിൽസ് കാണിച്ച് ഫ്ലെക്സ് ചെയ്തിരുന്ന് അഭിനയിക്കണമെങ്കിൽ അത് വേറെ ലെവൽ ഗട്ട്സ് ആണ്. ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ ഹിസ് യങ്ങർ ഏജ്, അല്ലാതെ ഒരു ദിവസം 2 ദിവസം കൊണ്ട് ഉണ്ടായതല്ല ആ ബോഡി. മനസ്സിലായില്ല? അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഡയറ്റും വർക്കൗട്ടും സ്ലീപ്പും നിങ്ങൾ മോഡിഫൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പറ്റും. ലൈക്ക് ഇപ്പൊ വർക്കൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 1.8 to 2 grams പ്രോട്ടീൻ. ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ 130 to 140 ആണ് എടുക്കുന്നത്. ഫുഡിൽ കൂടെ പറ്റത്തില്ലെങ്കിൽ യു ക്യാൻ യൂസ് വേ പ്രോട്ടീൻ, ഹൈഡ്രലൈസ്ഡ് വേ ഓർ ഐസൊലേറ്റ് വേ, ഏതാണെങ്കിലും നിങ്ങൾക്കൊരു ട്രസ്റ്റഡ് ബ്രാൻഡ്, ട്രസ്റ്റഡ് ഡീലറിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഈ രീതിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് PMOS കൺട്രോൾ ആവും. നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ ഫ്ലോണ്ട് ചെയ്യും. അതുകൊണ്ട് എത്ര വർക്കൗട്ട് ചെയ്തു, എത്ര ഡയറ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആവശ്യത്തിന് വർക്കൗട്ട് ചെയ്താൽ മതി, നല്ലപോലെ കഴിക്കും വേണം. അതെ, ഈ 110 കിലോയിൽ നിന്ന് 72 കിലോയിലേക്ക് എത്തിയത് എത്ര സമയം കൊണ്ടാണ്? അതൊരു തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. ലൈക്ക് ഐ വാസ് ഡയഗ്നോസ്ഡ് വിത്ത് PCO വെൻ ഐ വാസ് 15 years. 15 വയസ്സിൽ, 15 അല്ല 16 വയസ്സ്. അപ്പോൾ അതിന് മുന്നേയൊക്കെ അതിഭയങ്കരമായ മീശ, താടി, നല്ല വണ്ണം, കഴുത്തൊക്കെ ഫുൾ ഇങ്ങനെ ഈ കാർപ്പറ്റ് പോലെ ഇങ്ങനെ അക്കാന്തോസിസ് ഇങ്ങനെ സ്കിന്നിന്റെ ഒരു
മാനിഫെസ്റ്റേഷൻ ആണ്. PMOS സ്കിന്നിൽ കാണിക്കുന്ന മാനിഫെസ്റ്റേഷൻ ആണ്. സൈക്കിൾസ് ഇറഗുലർ അല്ലായിരുന്നെങ്കിലും സ്കിന്നിൽ കംപ്ലീറ്റ് മാനിഫെസ്റ്റേഷൻ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ പഠിക്കുന്ന +1 +2 പഠിക്കുന്ന ആമ്പിള്ളേരൊക്കെ ഞങ്ങൾക്ക് ഇത്ര ഇല്ലല്ലോടി മീശയും താടി എന്ന് പറയുമായിരുന്നു. പിന്നെ ഞാനിതൊന്നും മൈൻഡ് ചെയ്യാത്ത വ്യക്തിയായതുകൊണ്ട് അതെന്നെ മാനസികമായിട്ട് ബാധിച്ചിട്ടില്ല. പക്ഷെ അതിഭയങ്കരമായ ഹിർസ്യൂട്ടിസം, ഡെയിലി ഷേവ് ചെയ്യണമായിരുന്നു എനിക്ക്. ആ രീതിയിലുള്ള ഹെയർ ഗ്രോത്തും സ്കിന്നിൽ ഷെയ്ഡും പിഗ്മെന്റേഷൻ, ഇവിടെ മൂക്കിൻ്റെ ഇവിടെ വായിൻ്റെ ഇവിടെ എല്ലാം ഹൈപ്പർ പിഗ്മെന്റേഷനും ഒക്കെ ആയിട്ട് അങ്ങനെയാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ എനിക്ക് സ്കാൻ ചെയ്തപ്പോൾ PMOS ആണെന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുന്നത്. പക്ഷേ അന്ന് അമ്മയും എൻ്റെ അമ്മ ഒരു വളരെ വെൽ എഡ്യൂക്കേറ്റഡ് വ്യക്തിയല്ല. അമ്മ +1 +2 പഠിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അമ്മ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകും, മരുന്ന് തരും, അത് അന്നേരം കറക്റ്റ് ആവും, പിന്നെയും കൊണ്ടുപോകും, കറക്റ്റ് ചെയ്യും, ഇങ്ങനെയായിരുന്നു. വൺസ് ഞാൻ ഗൈനക്കോളജി പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇത് ഇങ്ങനെ അല്ലടാ എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. മാത്രമല്ല 30 കഴിഞ്ഞപ്പോഴേക്കും ഡിഗ്രീസ് ഒക്കെ കൈ വന്നെങ്കിലും എക്സസീവ് ബ്ലീഡിങ് തുടങ്ങി, ബോഡി ബാക്ക് അടിക്കാൻ തുടങ്ങി, ക്ഷീണം, തളർച്ച, അനീമിയ, ജോലി ചെയ്യാൻ വയ്യ, സർജറി ചെയ്യാൻ വയ്യ. അങ്ങനെ എനിക്ക് ഞാൻ തന്നെ ഒരു ഭാരമായി. എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി നല്ല ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഉമ്മ എന്താ എപ്പോഴും ടയേർഡ് എന്നുള്ള ചോദ്യം എൻ്റെ മോൻ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, ഐ ആം വെരി മച്ച് യൂസ്ലെസ് എന്നുള്ളൊരു ഫീല് വരും. PMOSകാർക്ക് ഭയങ്കരമായിട്ട് മാനസിക സമ്മർദ്ദം വരും കേട്ടോ. മൈഗ്രെയിൻ വരും, ഭയങ്കര ഡിപ്രഷൻ. അതുകൊണ്ട് നിങ്ങളുടെ പാർട്ട്ണർ മനസ്സിലാക്കണം, അത് അവളൊരു ബുദ്ധിമുട്ട് സ്റ്റേജിൽ കൂടെയാണ് പോകുന്നത്. PCOD ഈസ് നോട്ട് എ ഡിസീസ് ഈസി ടു ഹാൻഡിൽ. മനസ്സിലായി? അതൊരു വളരെ അവരുടെ ലുക്കിൽ അവർ വളരെ അസ്വസ്ഥരായിരിക്കും. എന്നാൽ ആൾക്കാർ എന്നോട് സംസാരിക്കുമ്പോൾ കുറച്ചു നേരമായിട്ട് എൻ്റെ താടിയിലോട്ട് നോക്കും. അപ്പം ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവും. ഒരിക്കലും OPയിൽ ഇരുന്നൊരു പേഷ്യൻ്റെ വൈഫിൻ്റെ അടുത്ത് നമ്മൾ വെയിറ്റ് ഇങ്ങനെ കുറയ്ക്കണം അത് ഇതെന്നൊക്കെ പറഞ്ഞപ്പോൾ അയാളുടെ അടുത്ത് ചോദിക്കുക, ഡോക്ടർ എന്താ വെയിറ്റ് കുറയ്ക്കാത്തതെന്ന്. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി. പക്ഷെ നമ്മൾ ഷോക്കായത് കാണിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് 2 മക്കളുണ്ട്, ഇപ്പം നമുക്ക് താങ്കളുടെ ഭാര്യയ്ക്കല്ലേ പ്രഗ്നൻ്റ് ആക്കുന്നത്, സോ ബെറ്റർ വിൽ കോൺസെൻട്രേറ്റ് ഓൺ ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ട് പോയപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു. അപ്പൊ അത് കാരണം പീപ്പിൾ വിൽ സ്റ്റാർട്ട് ജഡ്ജിങ് യു. ഞാൻ ഹെൽത്തി അല്ലാതിരുന്നിട്ട് എൻ്റെ പേഷ്യന്റിനോട് എങ്ങനെ ഞാൻ പറയും നിങ്ങൾ വണ്ണം കുറയ്ക്കുന്ന, അവർ ചോദിക്കത്തില്ലേ? ഇറ്റ്സ് എ നോർമൽ തിങ്. അപ്പൊ അങ്ങനെ ഒരുപാട് മാനസികമായിട്ടും സോഷ്യലിയും കുടുംബത്തിനകത്തും ഒറ്റപ്പെട്ടും വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റാത്തൊരു ഇതായപ്പോഴാണ് ഞാൻ ശരി എനിക്ക് ഈ ബോഡി ഇനി വേണ്ട എന്നുള്ള ഡിസിഷനോടുകൂടി ഞാൻ വെളിയിലേക്ക് വന്ന് വണ്ണം കുറയ്ക്കണം എന്ന് മാത്രമേ അറിയാവൂ. ബാക്കി ഈ സ്ട്രെങ്ത് ട്രെയിനിങ് അത് ഇതൊന്നും അറിയില്ല. കാരണം നമ്മൾ രോഗം ചികിത്സിക്കാനേ പഠിച്ചിട്ടുള്ളൂ, രോഗം വരാതിരിക്കാനുള്ളത് ഞങ്ങൾ അധികം പഠിച്ചിട്ടില്ല. അപ്പോൾ അത് അങ്ങനെയാണത് മനസ്സിലാക്കി ഇതിലേക്ക് വന്നതും. ഞാൻ ഏകദേശം ഒരു 2021 ഏപ്രിൽ 1-ാം തീയതി 4-ാം തീയതിയാണ്, ഏപ്രിൽ 4-ാം തീയതിയാണ് ന്യൂട്രീഷനും ചേഞ്ച് ചെയ്ത് വർക്കൗട്ട്, പേഴ്സണൽ ട്രെയിനറിൻ്റെ അണ്ടറിൽ വർക്കൗട്ടും തുടങ്ങി. ഏകദേശം ഒക്ടോബർ 16 എത്തിയപ്പോഴേക്കും ഞാൻ 78 കിലോ എത്തി. 78 കിലോ എത്തി. എൻ്റെ കൊഴിഞ്ഞുപോയ മുടിയെല്ലാം തിരിച്ചു വളർന്നു, എൻ്റെ മുഖത്തെ ഷെയ്ഡ്സ് എല്ലാം മാറി. ഇപ്പോൾ കഴുത്തിലാക്കാൻ ദിവസമൊന്നും ഇല്ല. 22 സെഷൻ ലേസർ ചെയ്ത മുഖമാണത്. കൊച്ചിയിലും ട്രിവാൻഡ്രത്തും ആയിട്ടാണ് ലേസർ ചെയ്തത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ലേസർ ചെയ്താൽ ഹെയർ ഗ്രോത്ത് പോയില്ല എന്ന് പറയുന്നവരടുത്ത് പറയാനുള്ളത്, അണ്ടർലൈൻ കോസായ PCO കൺട്രോൾ ചെയ്യാതെ നിങ്ങൾ ലേസർ ചെയ്യാൻ പോരും. മനസ്സിലായി? ലേസർ ആദ്യം PCO കൺട്രോൾ ചെയ്യുക. അതുവരെ നിങ്ങളിപ്പോൾ ഫങ്ഷൻസ് ഉണ്ട്, 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നിങ്ങൾ ജസ്റ്റ് ഷേവ് ചെയ്തോ എന്തെങ്കിലും ചെയ്ത് നിങ്ങളൊന്ന് റെഡി ആയിട്ടിരുന്നിട്ട് വൺസ് PCO നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ട് യു ഗോ ഫോർ ലേസർ. ഡെഫിനറ്റ്ലി യു വിൽ ഫൈൻഡ് ദ റിസൾട്ട്. അല്ലെങ്കിൽ അതൊരു വേസ്റ്റ് ഓഫ് മണിയാണ്. ലേസർ ഇസ് എക്സ്പെൻസീവ്. ആ രീതി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇപ്പൊ ഞാൻ വർക്കൗട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ PMOSന്റെ ലോങ് ടേം എഫക്ട്സ് എന്നെ ബാധിക്കരുത്. ആൻഡ് മെനോപോസ് വരുമ്പോൾ, അതായത് ആർത്തവ വിരാമം വരുമ്പോൾ എനിക്ക് ഗ്രേസ്ഫുള്ളി എന്നെ എംബ്രേസ് ചെയ്യണം. ഐ ഷുഡ് വെൽക്കം മൈ മെനോപോസ് വിത്ത് അറ്റ്മോസ്റ്റ് ഗ്രേസ് ആൻഡ് ലവ്. അതിനാണ് ഞാൻ ഇപ്പോഴും വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ PMOS മെനോപോസിനെയും ഭയങ്കരമായി ബാധിക്കുമോ? PMOS അല്ലാത്ത നല്ല ഏജിൽ തന്നെ നല്ല രീതിയിൽ ബാധിക്കും. പിന്നെ മെനോപോസിന്റെ സമയത്ത് നമ്മൾ പറയണ്ടല്ലോ. നിങ്ങൾ വർക്കൗട്ട്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ദർ ഇസ് സംതിങ് നോൺ എസ് സാർക്കോപീനിയ. വാട്ട് ഇസ് സാർക്കോപീനിയ? സാർക്കോപീനിയ എന്ന് പറഞ്ഞാൽ 30 വയസ്സിന് ശേഷം എല്ലാ മനുഷ്യന്മാരും, ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും, ശരീരത്തിൽ നിന്ന് 1% ഓഫ് മസിൽ മാസ് ലോസ് ഉണ്ടാവും പെർ ഇയർ. അതായത് 30 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് 10% മസിൽ മാസ് പോയി. 40-50 ആകുമ്പോഴേക്കും നിങ്ങൾക്ക് അഗൈൻ 20% മസിൽ മാസ് പോയി. യു ലുക്ക് യുവർ സെൽഫ് 10 years ബിഫോർ ആൻഡ് യു ലുക്ക് യുവർ സെൽഫ് നൗ. 20s പിള്ളേർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല.
30s, അതായത് നമ്മുടെ 90s വസന്തങ്ങൾക്ക് ഞാൻ പറയുന്നത് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ 30 പോലെയല്ല, നിങ്ങളിപ്പോൾ ലേറ്റ് 30s കയറുമ്പോൾ നിങ്ങളുടെ മസിൽ മാസ് ഷേപ്പ് മാറുന്നു, വയറ് ചാടുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ഇത് നാച്ചുറൽ പ്രോസസ്സാണ്. സാർക്കോപീനിയ നാച്ചുറൽ പ്രോസസ്സാണ്. സ്ത്രീകൾക്ക് അത് കുറച്ചും കൂടെ ആക്സിലറേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എക്സർസൈസ് ചെയ്യുന്ന വഴി മസിൽ ഫൈബേഴ്സിനെ പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായി? അപ്പൊ മസിൽ ലോസ് കുറയും, പ്രായം തോന്നിക്കൂല. ഈ മഞ്ജു വാര്യരും റിമി ടോമി 40 ആയെന്ന് തോന്നുന്നു. അവരൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പിറകില് നമ്മുടെ പ്രാഞ്ചേട്ടൻ പറഞ്ഞ നല്ല പാടുപെട്ടിട്ടാണ് അവർ അതുവരെ എത്തുന്നത്. അല്ലാതെ വെറുതെ ഇരുന്നെന്ന് പറഞ്ഞത് പറ്റില്ല. അതുപോലെ തന്നെ മസിലിനെ എക്സർസൈസ് ചെയ്യുമ്പോൾ ബോൺ ഡെൻസിറ്റി കൂടും. ഇല്ലാന്നുണ്ടെങ്കിൽ ബോൺ ഡെൻസിറ്റി കുറഞ്ഞിട്ട് ഓസ്റ്റിയോപീനിയ, ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ 30s നിങ്ങൾക്ക് കുറച്ച് നേരം ഇരിക്കുമ്പോൾ നടുവേദന, കുറുക്ക് വേദന ഉണ്ട് ഡോക്ടർ. തണ്ടല് വേദന, പുനലൂർ എന്നപ്പോ പഠിച്ച വാക്കാണ് തണ്ടല് വേദന. വിച്ച് ഇസ് ദാറ്റ് എല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. തണ്ടല് വേദന, കുറുക്ക് വേദന, കുറെ നേരം നിന്ന് കുക്ക് ചെയ്യാൻ വയ്യ, ഇങ്ങനത്തെ ഇഷ്യൂസ്, ഷോൾഡർ പെയിൻ, ഇതെല്ലാം നിങ്ങളുടെ മസിൽ വീക്ക്നെസ് ആണ്. മസിൽ വീക്ക്നെസ്സും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, ഇത് രണ്ടും നിങ്ങളുടെ എല്ലിന്റെ ബലം കുറയ്ക്കും. നടുകൊണ്ട് നിങ്ങൾ കൂനും. സ്കോളിയോസിസ്, കൈഫോസിസ് കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എക്സസൈസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്.